മഴ കനത്തതോടെ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിലും കുട്ടനാട്ടിലും സ്ഥിതി അതീവ ഗുരുതരം. പമ്പയാറ്റിലും അച്ചൻകോവിലാറ്റിലും ക്രമാതീതമായി വെള്ളമുയരുന്നതാണ് ആശങ്ക. മൂഴിയാർ ഡാം തുറന്നതിനെ തുടർന്ന് കൂടുതൽ വെള്ളമെത്തുമോ എന്ന ഭീതിയിലാണ് ജനങ്ങളുള്ളത്. പരമാവധി പേരെ ക്യാമ്പുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പിലേക്കും മാറ്റിയതായി റവന്യൂ അധികൃതർ അറിയിച്ചു. ജില്ലയിൽ ക്യാമ്പുകളുടെ എണ്ണം 30 ഉയർന്നു. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, എന്താണ് ഇപ്പോൾ ആലപ്പുഴ ചെങ്ങന്നൂരിലേക്ക് ഒരു സ്ഥിതി? വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണോ? ഏതൊക്കെ ഇടങ്ങളാണ് ഇപ്പോൾ വെള്ളപ്പൊക്ക ഭീഷണിയിലുള്ളത്? ദിവ്യ, തീർച്ചയായും ആലപ്പുഴ ജില്ലയിൽ ആശങ്ക ഉയരുകയാണ്. ചെങ്ങന്നൂരിലും കുട്ടനാട്ടിലും സ്ഥിതി അതീവ ഗുരുതരമാണ്. പ്രത്യേകിച്ച് കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടുന്തോറും കൂടുതൽ വീടുകളിലും താഴ്ന്നിടങ്ങളിലും വെള്ളം കയറുകയാണ്. ചെങ്ങന്നൂരിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. തിരുവൻമണ്ടൂർ അതോടൊപ്പം തന്നെ പാണ്ടനാട് പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. NDRFിന്റെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും, ഞാനിപ്പോൾ നിൽക്കുന്ന പാണ്ടനാട് നിന്നും ആളുകളെ കൂടുതലായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ്. ഈ പാണ്ടനാടിൻ്റെ ഒരു പ്രത്യേകത, പാണ്ടനാട് ഒരു വശം ഒരു പഞ്ചായത്ത്, തൊട്ടടുത്ത റോഡിനിപ്പുറത്ത് തിരുവൻമണ്ടൂർ പഞ്ചായത്ത്. ഈ രണ്ട് പഞ്ചായത്തുകളെയും ചുറ്റി 2 ആറുകളാണ്, പമ്പയാറും അതോടൊപ്പം തന്നെ മണിമലയാറും. ഈ 2 ആറുകളിലും ജലനിരപ്പ് ഉയരുന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രതിസന്ധി. ഈ വെള്ളം ഒഴുകി പോകുന്നത് കുട്ടനാട്ടിലേക്കാണ്. കുട്ടനാട്, രാമങ്കരി അതോടൊപ്പം തന്നെ മുട്ടാർ, കൈനഗിരി, ചെമ്പക്കുളം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലേക്കും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇപ്പോൾ ഈ മൂഴിയാർ ഡാം കൂടി തുറന്നു വിട്ടതോടുകൂടി വലിയ ആശങ്കയാണ് ഇവർ ഓരോരുത്തർക്കും. ഇവിടെ സമീപ പ്രദേശങ്ങളിൽ നിന്നും കുടുംബങ്ങളൊക്കെ ഇവിടെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അവരെ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകും. ക്യാമ്പിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ഈ പള്ളി കിടക്കുകയാണ്, പള്ളിയിൽ കിടക്കുകയാണ്. മറ്റ് അയൽപ്പക്കത്തുള്ള വീടുകളിലൊക്കെ ക്യാമ്പിലേക്ക് പോയോ? പോയി മറ്റുള്ളവരെല്ലാം പോയി. ചേച്ചി, വീട്ടിലേക്ക് അവസ്ഥ എങ്ങനെ? വെള്ളം എത്രത്തോളം ഉണ്ട് അങ്ങോട്ട്? വെള്ളം കയറി. എത്ര കുടുംബങ്ങളുണ്ട് ഈ ഭാഗത്ത്? ഇവിടെ ഒരു 10-20 കുടുംബങ്ങളോളം ഉണ്ട് എല്ലായിടം, ഇത്രയും ചുറ്റുവട്ടത്തെ. 2 വശത്തും ആറാണല്ലേ? 2 വശത്തും ഇഞ്ചിയാ. കൃഷിയില്ലല്ലേ? അങ്ങേപ്പുറത്ത് വലിയ ചാലുണ്ട്, തൊട്ട് അങ്ങേപ്പുറത്തോട്ട് മാറി. ഞാറിന്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. പാടശേഖരങ്ങളിലൊക്കെ കൃഷിയില്ലേ? പാടശേഖരങ്ങൾ തിങ്ങിയേക്കിടം. കൃഷിയുണ്ടോ? ഉണ്ട്. എന്തായാലും ഈ കുറെ ആളുകൾ ഈ സമീപത്തെ പള്ളിയുടെ പരീക്ഷ ഹാളിലും മറ്റുമായി താമസിക്കുകയാണ്. മറ്റു ആളുകളൊക്കെ സ്കൂളുകളിലെ ക്യാമ്പുകളിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും NDRFിന്റെ ഒരു 32-അംഗ സംഘം ഈ പ്രദേശത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ സംഘം ഇപ്പോൾ കുറച്ച് ആളുകളെ കൊണ്ടുവരുന്നതിനായി അവിടേക്ക് പോയിട്ടുണ്ട്. ഇനി ബാക്കി ആളുകളെ അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെങ്ങന്നൂരിലാണ് വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പിലേക്കൊക്കെയാണ് ആളുകൾ ഇപ്പോൾ മാറി താമസിക്കുന്നത്. ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.